ഉസ്താദ് പറഞ്ഞ പോലെ ഈ മറുപടി പറയുമ്പോൾ അവർ പറയാറുണ്ട്, അപ്പോൾ റസൂലുള്ള ഈ ഇതെല്ലാം അദൃശ്യമായ രൂപത്തിൽ അറിയുന്നത് കൊണ്ട് സ്വന്തം സ്വഹാബത്തിനെ കൊലക്ക് കൊടുത്തതാണോ? ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത് കൊണ്ട് അദൃശ്യമായ രൂപത്തിൽ അറിയാൻ സാധിക്കുമെങ്കിൽ സ്വഹാബത്ത് മരിക്കുന്നതിൽ നിന്നിട്ട് ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരിക്കുന്നതിൽ നിന്ന് സ്വഹാബത്തിനെ രക്ഷിക്കാത്തത് കൊണ്ട് റസൂലുള്ള അറിഞ്ഞുകൊണ്ട് പറയാതിരുന്നതാണോ? അപ്പൊ കൊലക്ക് കൊടുത്തതുപോലെ ആയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. ഉദാഹരണമായിട്ട് റസൂലിനെ അറിയാത്തത് കൊണ്ടല്ല, പടച്ചോനും അറിയാതെ കൊണ്ടല്ലല്ലോ. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ടവരെന്നും എന്റെ ഇഷ്ടദാസന്മാരെന്നും പറഞ്ഞ സ്വഹാബത്തിന് യുദ്ധത്തിൽ പോയ കൊല്ലപ്പെടും പടച്ചോൻ എന്തായാലും അറിയാലോ. ഇന്നോലെ പറഞ്ഞേക്കണമെന്ന് പടച്ചോൻ റസൂലിന് നിർദ്ദേശം നൽകി. പടച്ചോൻ റസൂലിനെ അറിഞ്ഞില്ലെന്നാ നിൽക്കുന്ന പടച്ചോൻ അറിയില്ലേ? ഇത്രയും കഷ്ടപ്പെടുത്ത് ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന സ്വഹാബത്തിന് യുദ്ധത്തിന് പോകാൻ വേണ്ടി കൽപ്പിച്ചത് പടച്ചോന്റെ കൽപ്പന പ്രകാരമാണല്ലോ പോയത്. അങ്ങനെ പടച്ചോനും അറിയില്ല എന്ന് അറിയേണ്ടി വരില്ല. ഇതിന്റെ പേരിൽ ഇവർക്ക് അറിയില്ല, എന്നാ പടച്ചോനും അറിയില്ല അറിയേണ്ടി വരും. ആ പടച്ചോനിന് എന്തിനാ പറഞ്ഞിട്ട് അവിടെ ചില മസലഹത്തുകൾ ഉണ്ടാവും, അതുപോലുള്ള ചില മസലഹത്തുകൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നിടത്തുണ്ടാകും. അതാണ് എന്റെ മറുപടി. അപ്പൊ അള്ളാഹു പറഞ്ഞയക്കുമ്പോ അത് ഷഹീദിന്റെ കൂലിയാണെന്ന് പറയുന്നു. അതേ റസൂല് പറഞ്ഞയച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് നമ്മൾ പറയുന്നത് അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബിരിലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്ത്? അത് ദുനിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെങ്കിൽ അബൂജാലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പർച്ചോനിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കും. ഏതായാലും അതിലിപ്പോ നിങ്ങളാണല്ലോ ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനം ആയിക്കണോ? സമാധാനം. അൽഹംദുലില്ലാ. അതെ, തിരിഞ്ഞാൽ അംഗീകരിക്കുക. അതാണ് മാന്യത. നിങ്ങൾ